രൂപ രഘുനാഥ പദേ രഘു മോര ആശ. സോ രഘുനാഥ ഗോസ്വാമിയുടെയും രൂപ ഗോസ്വാമിയുടെയും പാദത്തിൽ ഉള്ള ധൂളിയായിട്ടിരിക്കാനാണ് എപ്പോഴും എൻ്റെ ആഗ്രഹം എന്നാണ് ശ്രീ നരോത്തം ദാസ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മംഗളാചരൺ നമുക്ക് ഇതിൽ കൂടെ ആരംഭിക്കാം. ഈ മംഗളാചരൺ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതുമ്പോൾ അതിൽ 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 തന്നെ പറയുന്നുണ്ട് എന്താണ് മംഗളാചരണം, അല്ലെങ്കിൽ മംഗളാചരണം ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്. മംഗളാചരണം എന്ന് പറയുന്നത് ഗ്രന്ഥേര ആരംഭേ കൊരേ മംഗളാചരണ ഗുരു വൈഷ്ണവ ഭഗവാൻ തീനേര സ്മരണ. അതായത് ഗ്രന്ഥാരെ ആരംഭേ കൊരേ മംഗളാചരണം. ഗ്രന്ഥം ഒന്നുകിൽ എഴുതുമ്പോഴോ അല്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോഴോ ഏതാണെങ്കിലും നമ്മൾ മംഗളാചരണം ചൊല്ലേണ്ട ആവശ്യമുണ്ട്. അത് എന്താണ് മംഗളാചരണം ഉൾക്കൊള്ളേണ്ടത് എന്തൊക്കെയാണെന്നും ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുന്നു. ഗുരു വൈഷ്ണവ ഭഗവാൻ തീനേര സ്മരണ. ഗുരു അതായത് നമ്മുടെ ഗുരുനാഥൻ, പിന്നെ വൈഷ്ണവൻ, പിന്നെ ഭഗവാൻ, ഈ മൂന്ന് പേരെയും സ്മരിക്കുന്നതാണ് മംഗളാചരൺ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം നമ്മൾ ഗ്രന്ഥം പാരായണം ചെയ്യുന്നതിന് മുൻപ് ഗ്രന്ഥേര ആരംഭ കോരി, ഗ്രന്ഥം വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ മൂന്ന് പേരെയും സ്മരിക്കുന്നതിനെയാണ് മംഗളാചരൺ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഗുരു, വൈഷ്ണവ, ഭഗവാൻ. ഈ മൂന്ന് പേരെയും നമുക്കറിയാം. നമ്മൾ മംഗളാചരൺ ചൊല്ലുമ്പോൾ എന്തൊക്കെ ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇത് മൂന്ന് പേരെ ഓർക്കുന്നതുകൊണ്ടുള്ള എന്താണ് ഗുണം എന്നുകൂടി ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി അവർ പറയുന്നുണ്ട്. തീനേര സ്മരണേ ഹോയ വിഘ്ന വിനാശന. നമ്മൾ ഈ മൂന്ന് പേരെ സ്മരിച്ചുകൊണ്ട്, ഇവർ മൂന്ന് പേരോട് നമ്മൾ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത് ആരംഭിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ശുഭാരംഭം കുറിക്കുകയാണെങ്കിൽ വിഘ്ന വിനാശന അനായാസെ ഹോയ നിജ വാഞ്ചിത പൂരണ. അനായാസമായിട്ട് ഇതിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഘ്നങ്ങൾ എല്ലാം മാറും എന്നും. അതാണ് വിഘ്ന വിനാശന. തീനേര സ്മരണ ഹോയ വിഘ്ന വിനാശന. പിന്നെ എന്താ പറയുന്നത്? അനായാസെ ഹോയ നിജ വാഞ്ചിത പൂരണ. നമ്മുടെ ആഗ്രഹങ്ങൾ, ആധ്യാത്മികപരമായ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണതയും സംഭവിക്കും. എങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് പേരെ സ്മരിക്കുകയാണെങ്കിൽ ഗുരു, വൈഷ്ണവ, ഭഗവാൻ. നമ്മൾ മംഗളാചരണം ചൊല്ലുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ മൂന്ന് പേരെയും ഓർത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുന്നത് തീനേര സ്മരണ ഹോയെ വിഘ്ന വിനാശന. സോ പത്മപുരാണത്തിൽ ഇതേക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം സ്മർത്തവ്യ സതതം വിഷ്ണു വിസ്മർത്തവ്യോ ന ജാതുചിത്. അതായത് എല്ലായ്പ്പോഴും ഭഗവാനെ ഓർക്കുക, വിഷ്ണുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സ്മർത്തവ്യ സതതം വിഷ്ണു. സ്മർത്തവ്യ സതതം വിഷ്ണു വിസ്മർത്തവ്യോ ന ജാതുചിത്. ഇതാണ് നമ്മളുടെ അറിയാം ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ ഭക്തിരസാമൃത സിന്ധു എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്നതിന്റെ നമ്മൾ ഭാഗവതത്തിന്റെ ഒരു ഇതുപോലെ പറഞ്ഞിരുന്നത് എന്താണ് പറഞ്ഞത്? വാട്ട് ഇസ് ഇറ്റ് നെയിം ടെർമിനോളജി കോൾഡ്? ശ്രീമദ് ഭാഗവത്തിന്റെ മൂലമായ ആ ഒരു ശ്ലോകം, അതുപോലെ തന്നെ ഭക്തിരസാമൃത സിന്ധുവിന്റെ മൂലമായ ഒരു കാര്യം, ഒരു പ്രിൻസിപ്പിളാണ്, യഥാർത്ഥമായ ഒരു പ്രിൻസിപ്പിളാണ് ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ എന്ന് പറയുന്നത്. സോ ഇതാണ് സ്മർത്തവ്യ സതതം വിഷ്ണു വിസ്മർത്തവ്യോ ന ജാതുചിത്. ഇതുകൊണ്ട് എന്താണ്? സർവേ വിധി നിഷേധാഹ സ്യൂർ ഏതയോർ ഏവ കിങ്കര. മറ്റെല്ലാ പ്രിൻസിപ്പിളും ഇതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതായിരിക്കണം, മറ്റെല്ലാ കാര്യങ്ങളും ഇതിനെ പ്രിൻസിപ്പിളായിക്കൊണ്ടുള്ളതായിരിക്കണം എന്ന് പറയുന്നു. വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നു, യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ തം നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത്. ഭഗവാനെ ഓർക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ജനന മരണങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കും എന്ന് വിഷ്ണു സഹസ്രനാമം പറയുന്നു. സോ ഭഗവാനെ കുറിച്ച് ഓർക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ മംഗളാചരണം എന്ന് പറയുന്നത് ഇതാണ്.
നമ്മളുടെ എല്ലാ വിഘ്നങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഗുരുവിനെ ഓർക്കണം, വൈഷ്ണവന്മാരെ ഓർക്കണം, അതുപോലെ ഭഗവാനെ ഓർക്കണം. സോ നമുക്ക് മംഗളാചരൺ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണകരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. കദാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത്, വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. श्री रूप गोस्वामी प्रभुपाद की जय. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപകാചാര്യനായ ശ്രീല പ്രഭുപാദർ ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ നിയമാവലികൾ പാലിച്ച് ജീവിതത്തിലെ ആവശ്യമായ വ്യതിയാനങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് ജീവിതശൈലിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അദ്ദേഹം പറയുന്ന ഒരു പേരാണ് രൂപാനുഗാസ്. രൂപാനുഗ എന്ന് പറഞ്ഞാൽ ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്നവരെയാണ് രൂപാനുഗ എന്ന് വിളിക്കുന്നതോട് അർത്ഥമാക്കുന്നത്. നമ്മളെല്ലാവരും ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഉള്ളവരെല്ലാവരും അറിയപ്പെടുന്നത് രൂപാനുഗ എന്നാണ്. അതായത് അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങളിൽ കൂടി അല്ലെങ്കിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന നിയമാവലികളിൽ കൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്നവർ എന്ന അർത്ഥത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെ രൂപാനുഗ ആയിട്ടുള്ള ജീവിക്കുന്ന നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ പ്രഭുപാദരെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രഭുപാദർ എഴുതിയിരിക്കുന്ന നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന ബുക്കിൽ അതിൻ്റെ പ്രിഫേസിൽ, അതിൻ്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രിഫേസിൽ ശ്രീല പ്രഭുപാദർ എഴുതിയിട്ടുണ്ട്, കൃഷ്ണ കോൺഷ്യസ്നെസ്സിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ എഴുതിയിരിക്കുന്നത് രൂപ ഗോസ്വാമി പ്രഭുപാദരുടെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ഈ കൃഷ്ണ ഭാവനാമൃതം എന്ന് പറയുന്ന
ഈ ഒരു സംഘടന തന്നെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് എത്രമാത്രം, അതുകൊണ്ടാണ് നമുക്ക് എന്ത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദർ ഇസ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് മൂവ്മെന്റ് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ ശ്രീല പ്രഭുപാദർ നമുക്കറിയാം ഭക്തി ശാസ്ത്രി എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഭക്തിശാസ്ത്രി എന്ന് പറയുന്ന കോഴ്സ് ശ്രീല പ്രഭുപാദർ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് പല സ്ഥലങ്ങളിൽ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ പഠിക്കണമെന്ന്. അത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീല പ്രഭുപാദരുടെ യഥാർത്ഥ മൂഡ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഈ ഭക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് അതിൻ്റെ ഡീപ്പൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ആണ് ഈ ഭക്തിശാസ്ത്രം എന്ന് പറയുന്ന കോഴ്സ് നമ്മളോട് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതില് ഈ കോഴ്സിൽ നമുക്ക് 4 ബുക്കുകളാണ് പഠിക്കാനുള്ളത്. ഭഗവത്ഗീത, ഈശോപനിഷത്ത്, നെക്ടർ ഓഫ് ഡിവോഷൻ, നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഈ 4 ബുക്കുകളിൽ ഭഗവത്ഗീത, നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ, ഈശോപനിഷത്ത്, നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന് പറയുന്ന ഈ 4 ബുക്കുകളിൽ 2 ബുക്ക് ഈസ് ഓഥേർഡ് ബൈ ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദ്. ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദ് എഴുതിയാണ് 2 ബുക്കുകളും. നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഉപദേശാമൃതം, ഭക്തിരസാമൃത സിന്ധു അല്ലെങ്കിൽ നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന് പറയുന്ന ഈ 2 ബുക്കുകളും എഴുതിയിരിക്കുന്നത് ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദരാണ്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രമാത്രം പ്രാധാന്യം ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ നമുക്ക് രൂപാനുകാസ് എന്ന് അർത്ഥം നൽകിയിരിക്കുന്നത്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി നമുക്ക് നോക്കാം, ഏതെല്ലാം ആചാര്യന്മാർ, നമുക്കത് താഴെ നമുക്ക് മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ആചാര്യന്മാരും ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലി സ്ട്രക്ചർ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ കഥകളിലേക്ക് നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് രൂപ ഗോസ്വാമി പ്രഭുപാദരെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മേ ബി വിൽ ഹാവ് വൺ മോർ സെഷൻ ഓൺ ദിസ്. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആചാര്യന്മാർ എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് അദ്ദേഹത്തിൻ്റെ മരണാസന്ന നിലയിൽ, മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയെ, ഒരു കൂടെ ഏറ്റവും ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഒരു വ്യക്തിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കീർത്തനം പാടൂ എന്ന്. സുശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിൻ്റെ ആ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കീർത്തനം ഏതാ പാടിയെന്നറിയാമോ? ശ്രീരൂപ മഞ്ജരി പാത സെയി മോര സമ്പദ, സെയി മോര ഭജന പൂജന, സെയി മോര പ്രാണധന, സെയി മോര ആഭരണ, സെയി മോര ജീവേര ജീവന. സോ ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ എന്ന് പറയുന്നത് ശ്രീ രൂപ മഞ്ജരി പാത സെയി മോര സമ്പദ. രൂപമഞ്ജരി എന്ന് പറയുന്നതാണ്, അതായത് രൂപമഞ്ജരിയുടെ പാദമാണ് എൻ്റെ ഏറ്റവും വലിയ ട്രഷർ, അല്ലെ എൻ്റെ ഏറ്റവും വലിയ നിധി. അതാണ് അത്. തുടർന്ന് വിധം വീഴുന്നുണ്ട്, സെയി മോര ആശ നിരാശ നിധി, സെയി മോര വാഞ്ച സിദ്ധി, സെയി മോര വൈദേര ധർമ്മ, സെയി ഭ്രത, സെയി തപ, സെയി മോര മന്ത്ര ജപ, സെയി മോര ധർമ്മ കർമ്മ. അദ്ദേഹത്തിന് എല്ലാം ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരാണ് എന്നാണ് ആ കീർത്തനത്തിലൂടെ പറയുന്നത്. സോ ശ്രീ രൂപമഞ്ജരി പാത. ആരാണ് രൂപമഞ്ജരി? ശ്രീ രൂപമഞ്ജരി ആണ് ഇവിടെ ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരായിട്ട് വന്നിരിക്കുന്നത്. ആധ്യാത്മിക ലോകത്തിലെ ഭഗവാൻ കൃഷ്ണനെ, ശ്രീമതി രാധാറാണിയെ സേവിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം അഷ്ടസഖികളുണ്ട്. ഈ അഷ്ടസഖികളിൽ ഏറ്റവും പ്രമുഖയായ വ്യക്തിയാണ് ശ്രീമതി ലളിത. ആ ലളിതയുടെ കീഴിലുള്ള 8 പ്രധാനപ്പെട്ട മഞ്ജരികളുണ്ട്. ആ മഞ്ജരികളിൽ ഒരാളാണ് ശ്രീ രൂപമഞ്ജരി. ഭഗവാന്റെ കൃഷ്ണലീലയിൽ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിൽ ഭഗവാൻ കൃഷ്ണന്റെയും രാധയുടെയും ഡയറക്റ്റ് ലീലയിൽ ശ്രീമതി രാധാറാണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖിമാരിൽ അല്ലെങ്കിൽ മഞ്ജരിമാരിൽ ഒരുവളാണ് രൂപമഞ്ജരിയായിട്ട് നിൽക്കുന്നത് അവിടെ. അതേ രൂപമഞ്ജരിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും രാധയും അവർ രണ്ടുപേരും ഒരുമിച്ച്
മഹാപ്രഭുവായിട്ട് ആധ്യാത്മിക ലോകത്തിൽ നിന്ന് ഈ ഭൗതിക ലോകത്തിലേക്ക് ലീലയാടുന്നതിനായി വന്നപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയായിട്ട് ശ്രീ രൂപ മഞ്ചരി ആണ് ശ്രീ രൂപ ഗോസ്വാമിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ അത് നമുക്കറിയാം. അതിനും ശാസ്ത്രത്തിന്റെ ഡെഫിനിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടുണ്ട്. നമുക്ക് വിൽ ഗോ ടു ദാറ്റ് വൺ. എവിടെയാണത് പറഞ്ഞിരിക്കുന്നത്, അതായത് എവിടെയാണ് സ്വരൂപ മഞ്ജരിയാണ് രൂപ ഗോസ്വാമിയായിട്ട് വന്നിരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നത്? ഗൗര ഗണോദ്ദേശ ദീപിക എന്ന് പറയുന്ന കവികർണ പൂർണ്ണ എന്ന് പറയുന്ന ആചാര്യൻ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. ഗൗര ഗണോദ്ദേശ ദീപിക എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതിൻ പ്രകാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ അവതാരത്തില് ഭഗവാൻ കൃഷ്ണന്റെ അല്ലെങ്കിൽ ശ്രീമതി രാധാറാണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ജരി ആയിരുന്ന രൂപമഞ്ജരിയാണ് രൂപ ഗോസ്വാമി പ്രഭുപാദരായിട്ട് വന്നിട്ടുള്ളത് എന്നാണ്. അതായത് എന്താണ് ഗൗര ഗണോ ഉദ്ദേശ, ഭഗവാന്റെ ഈ അവതാരത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ദീപിക എന്ന് പറയുന്ന ബുക്കാണ് ഈ ഗൗരഗണോദ്ദേശ എന്ന് പറയുന്ന കവികർണപൂർണ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ ബുക്ക്. അതിൻ പ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ശ്രീ രൂപ മഞ്ജരിയാണ് രൂപ ഗോസ്വാമി പ്രഭുപാദരായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭക്തി വിനോദ് ഠാക്കൂറും ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാം രൂപ ഗോസ്വാമി പ്രഭുപാദരാണ് എന്നാണ് ഭക്തി വിനോദ് ഠാക്കൂർ എഴുതിയിരിക്കുന്നത്. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പല സ്ഥലങ്ങളില് രൂപ ഗോസ്വാമിയെ കുറിച്ചിട്ട് വർണ്ണിക്കുന്നുണ്ട്. സോ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ രൂപ ഗോസ്വാമി പ്രഭുപാദർ എഴുതിയ ബുക്കാണെന്ന് മുമ്പ് പറഞ്ഞു. ഭക്തി രസാമൃത സിന്ധു എന്ന് പറയുന്ന ബുക്ക് രൂപ ഗോസ്വാമി പ്രഭുപാദർ എഴുതിയിട്ടുണ്ട്. ആ ഭക്തി രസാമൃത സിന്ധു എന്ന് പറയുമ്പോൾ അറിയാം, ഇറ്റ്സ് എൻ ഓഷ്യൻ, ഒരു ആഴക്കടല് പോലെയാണ് ഭക്തി രസ അമൃത സിന്ധു എന്ന് പറയുന്ന ബുക്ക്. സിന്ധു എന്ന് പറഞ്ഞാൽ കടൽ എന്നാണ് അർത്ഥം, ഓഷ്യൻ. ആ കടലിന്റെ ഒരു വ്യാഖ്യാനം ശ്രീ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിനെങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്? സോ ശ്രീ രൂപഗോസ്വാമി പ്രഭുപാദർ ഒരു കടല് തന്നെ അതിനെ കുറിച്ചിട്ട് എഴുതിയപ്പോ ഇവിടെ ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അതിന്റെ കമന്ററി എഴുതിയപ്പോൾ ഭക്തി രസാമൃത സിന്ധു ബിന്ദു എന്നാണ് അതിന് പേര് കൊടുത്തത്. ഓർക്കുക, ഭക്തി രസാമൃത സിന്ധു ബിന്ദു. അതായത് അതിന് മുഴുവൻ ബുക്കിനും കമന്ററി ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എഴുതിയിട്ടുണ്ടെങ്കിലും ആ യഥാർത്ഥ ഓഷ്യന്റെ ഒരു കണുക് മാത്രം, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് മാത്രമേ എനിക്ക് അതിൽ നിന്ന് നൽകാൻ സാധിച്ചുള്ളൂ എന്ന ആ എളിമ ഭാവമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ രൂപ ഗോസ്വാമി പ്രഭുപാദരുടെ ആ റിലേഷൻ, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ആരാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ? ചക്രവർത്തി, വിശ്വനാഥ ചക്രവർത്തിയാണ്. എന്തിൽ ചക്രവർത്തിയാണ് അദ്ദേഹം? അതായത് ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ആരാണ് ചക്രവർത്തി? നമുക്കറിയാം, ഒരു രാജ്യം ഭരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത. ഈവൻ ചക്രവർത്തി എന്ന് പറയുമ്പോൾ പല നാട്ടുരാജാക്കന്മാരുടെയും അധിപനായി നിൽക്കുന്നത്. അതായത് നമുക്കറിയാം, ആരാണ്? യുധിഷ്ഠിര മഹാരാജാവ് എന്ന് പറയുന്നത് യുധിഷ്ഠിര ചക്രവർത്തിയായിരുന്നു. ചക്രവർത്തി എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങൾ കൂടി അതിന് ഒരു ലീഡറായിട്ട്, അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ട് വാഴിക്കുന്ന ആൾക്കാരാണ് ചക്രവർത്തി. ആ ചക്രവർത്തിക്ക് അങ്ങനെയുള്ള വ്യക്തികളുടെ, അല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് വരാൻ ഉതകുന്നതായ വ്യക്തികളുടെ ഒരു സിമ്പലുണ്ട്. അവരുടെ കൈകളിൽ ഒരു സർക്കിൾ ഉണ്ടാകും അത്ര. അതായത് ചക്രത്തിന്റെ രൂപത്തിൽ ഒരു സർക്കിൾ, അതായത് ഹസ്തരേഖ നമുക്കറിയാമല്ലോ. ഇതുപോലെ അവരുടെ കൈകളിൽ, അല്ലെങ്കിൽ പാമ്പില് അവരുടെ ഒരു ചക്രം ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു ചക്രം വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ എന്താ പറയുക, പാം എന്ന് പറയുമ്പോൾ എന്താണ്, കൈവെള്ളയിൽ ആ ഹസ്തരേഖയിൽ അത് തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം ഭക്തിയുടെ, അല്ലെങ്കിൽ ആധ്യാത്മികമായ തലത്തിൽ അദ്ദേഹം ഒരു ചക്രവർത്തി തന്നെയായിരുന്നു. ആ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം പറയുകയാണ്, വാട്ട് ഐ ആം റൈറ്റിംഗ് ഈസ് ഓൺലി എ ഡ്രോപ്പ് ഫ്രം ദാറ്റ് ഓഷ്യൻ. അതാണ് ഭക്തി രസാമൃത സിന്ധു ബിന്ദു എന്ന് അദ്ദേഹം എഴുതിയത്. തുടർന്ന് വീണ്ടും നോക്കുകയാണെങ്കിൽ ശ്രീ സനാതന ഗോസ്വാമി, സ്റ്റിൽ വി ആർ ടോക്കിംഗ് അബൌട്ട് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ. പക്ഷെ സനാതന ഗോസ്വാമി എഴുതിയ
ബുക്കുണ്ട്, ബൃഹത് ഭാഗവതാമൃതം. ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ബുക്കുകളുടെയും ആചാര്യന്മാരുടെയും ഒക്കെ പേരുകൾ നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ വരും. ഇതിൽ പറയുന്ന ആചാര്യന്മാരുടെ എല്ലാവരുടെയും കഥ നമ്മൾ ഇതുപോലെ പറയുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്ന ഓരോരുത്തരുടെയും വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിന്റെ, എന്താ പറയുക, സനാതന ഗോസ്വാമി, രഘുനാഥ ദാസ് ഗോസ്വാമി, നരോത്തം ദാസ് ഠാക്കൂർ, ഇവരുടെയൊക്കെ മനോഹരമായ പാസ്റ്റ് ടൈംസ് നമ്മൾ ഈ സെഷനിൽ കൂടി നമ്മൾ ഓരോരോ ആഴ്ചകളിൽ നമുക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സോ ഇപ്പൊ ഇതിൽ പറയുന്ന പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കുമെങ്കിൽ വെക്കുക. അപ്പൊ നമുക്ക് പിന്നീട് കേൾക്കുമ്പോൾ ഇതുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാനും കൂടെ നമുക്ക് സാധിക്കും. സോ ഇവിടെ സനാതന ഗോസ്വാമി എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, ശിലരൂപ ഗോസ്വാമി പ്രഭുപാദരുടെ ജ്യേഷ്ഠ സഹോദരനും അതുപോലെ തന്നെ ആധ്യാത്മിക തലത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുവും കൂടിയായിരുന്നു. സോ ശിലരൂപ ഗോസ്വാമി പ്രഭുപാദരുടെ ഗുരു സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായ സനാതന ഗോസ്വാമി. ആ സനാതന ഗോസ്വാമി എഴുതിയ ഒരു ബുക്കിന്റെ പേരാണ് ബൃഹത് ഭാഗവതാമൃതം. സോ തന്റെ ഗുരുനാഥനും ജ്യേഷ്ഠ സഹോദരനും ആയ വ്യക്തി എഴുതിയ ആ ബൃഹത് ഭാഗവതാമൃതത്തിന് അതിൻ്റെതായ ഒരു രീതിയിൽ ശിലരൂപ ഗോസ്വാമി പ്രഭുപാദർ എഴുതിയ മറ്റൊരു ബുക്കാണ് ലഘു ഭാഗവതാമൃത. സോ ബൃഹത് ഭാഗവതാമൃത, ഇവിടെ ലഘു ഭാഗവതാമൃത. സോ ഈ ലഘു ഭാഗവതാമൃതത്തിന് ശില വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഒരു കമന്ററി കൊടുത്തിട്ടുണ്ട്. ആ കമന്ററിക്ക് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ കൊടുത്ത പേരെന്താണെന്ന് അറിയാമോ? ഭാഗവതാമൃത കണ. ഒരു കണിക, ഒരു പാർട്ടിക്കിൾ. എന്താണ് ഭാഗവതാമൃത കണ എന്നാണ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹം എഴുതിയ കമന്ററിക്ക് കൊടുത്ത പേര്. സോ വാട്ട് ഐ എം സേയിങ് ഈസ് ട്രൈയിങ് ടു എസ്റ്റാബ്ലിഷ് ഈസ് ഹൂ ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദർ വാസ് ഓർ ഈസ് ഫോർ അസ്. നമ്മളെ സംബന്ധിച്ച് രൂപ ഗോസ്വാമി പ്രഭുപാദർ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ നമ്മൾ അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്തത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ ഹൗ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ അദ്ദേഹത്തെ കണ്ടിരുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം നോക്കിയിട്ട് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വീണ്ടും ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ എഴുതിയ മറ്റൊരു ബുക്കാണ് ഭഗവാനെ കുറിച്ചിട്ട്, ഭഗവാൻ കൃഷ്ണനെ കുറിച്ചിട്ട് ഉജ്ജ്വല നീലമണി എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഉജ്ജ്വല നീലമണി എന്ന് പറഞ്ഞാൽ വളരെ ഇഫൾജൻ, ഉജ്ജ്വലമായിട്ടുള്ള, ജ്വലിക്കുന്ന അല്ലെങ്കിൽ ഉജ്ജ്വലമായിട്ടുള്ള നീല കളറിലുള്ള മണി, അല്ലെങ്കിൽ അതൊരു മുത്തു പോലെയാണ്. മുത്തിനോടാണ് ഭഗവാൻ കൃഷ്ണനെ അവിടെ അദ്ദേഹം ഉപമിച്ചത്. സോ ഉജ്ജ്വല നീലമണി, നൺ അതർ ദാൻ ലോർഡ് കൃഷ്ണ ഹിംസെൽഫ്. നീല കളറിലുള്ളത്, ഭഗവാന്റെ എന്താണ് കളറിലുള്ള, ഭഗവാന്റെ നീല കളറിലുള്ള ആ നീലിമ നിറഞ്ഞ ആ ഒരു മണി, ആ ഒരു മുത്തിനോടാണ് ഭഗവാൻ കൃഷ്ണനെ അവിടെ രൂപഗോസ്വാമി പ്രഭുപാദ എഴുതിയപ്പോൾ ഉപയോഗിച്ചത്. സോ ആ ഉജ്ജ്വലമായ ആ മണിയിൽ നിന്ന് വരുന്ന ഒരു കിരണം എന്ന അർത്ഥം വരുന്നത്തോളമാണ് ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എഴുതിയ കമന്ററി ഉജ്ജ്വല നീലമണി കിരണ. സോ he's accepting or expressing what is my position when compared to Srila Rupa Goswami. Srila Rupa Goswami പ്രഭുപാദരുടെ ഏത് സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹം റിപ്പീറ്റഡ്ലി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഓർക്കാൻ ശ്രമിക്കുകയാണ്. while he is a ചക്രവർത്തി, ആ ജ്ഞാനത്തില് അത്രയും ഗാഠമായ ജ്ഞാനത്തോടു കൂടിയും ഉള്ള വ്യക്തിയാണ് ആ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എന്ന് പറയുന്ന അദ്ദേഹം പറയുകയാണ്, വാട്ട് ഐ ആം റൈറ്റിംഗ് ഈസ് ഓൺലി ഉജ്ജ്വല നീല മണി കിരൺ. ജസ്റ്റ് ഓൺലി വൺ റേ. ഈ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ നരോത്തം ദാസ് ഠാക്കൂറിനെ കുറിച്ച് ഒരു അഷ്ടകം തന്നെ എഴുതിയിട്ടുണ്ട്. He has written an അഷ്ടകം in connection with നരോത്തം ദാസ് ഠാക്കൂർ. ആ നരോത്തം ദാസ് ഠാക്കൂർ പറയുകയാണ് ആരെ കുറിച്ചിട്ട്, ആ നരോത്തം ദാസ് ഠാക്കൂർ എന്ന് പറയുന്ന അദ്ദേഹം ആക്ച്വലി ഈസ് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ടു രൂപഗോസ്വാമി. രൂപഗോസ്വാമി പ്രഭുപാദറിന് സ്വയം വിറ്റിരിക്കുകയാണ്. അതായത് കംപ്ലീറ്റ്ലി സറണ്ടേഡ്, ഒരു സ്ലേവിനെ പോലെ മീൻസ് അതുപോലെ അത്രമാത്രം അടിയറവ് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ നരോത്തം ദാസ് ഠാക്കൂർ. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ആ നരോത്തം ദാസ് ഠാക്കൂറിനെ കുറിച്ചാണ് അഷ്ടകം എഴുതിയിരിക്കുന്നത്.
ആ നരോത്തം ദാസ് ഠാക്കൂർ കംപ്ലീറ്റ്ലി രൂപഗോസ്വാമി പ്രഭുപാദർക്ക് ശരണമടഞ്ഞിരിക്കുക. ആ നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നത് എന്താ പറയുന്നറിയോ? ശുനിയാച്ചി സാധു മുഖേ ബോലെ സർവജന ശ്രീരൂപ കൃപയാ മിലേ യുഗല ചരണ. നരോത്തം ദാസ് ഠാക്കൂർ പറയുകയാണ്, ശുനിയാച്ചി സാധു മുഖേ ബോലെ സർവജന, ഞാൻ സാധുക്കളുടെ മുഖാരബിന്ദങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ സർവ്വജനങ്ങളും പറയുന്നു. ഇത് ബംഗാളിയാണ്, ഇത് പ്രോപ്പർ ആചാര്യന്മാരെല്ലാവരും ബംഗാളികളായതുകൊണ്ട് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഗൗരദേശത്തിലുള്ളവരാണ്. അപ്പൊ അവരെല്ലാവരും എന്താ പറയുക, ബംഗാളീസ് ആണ്. ബംഗാളിയിലാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ ഈസ് നോട്ട് എ ബംഗാളി, ഈസ് എ ഫ്രം കർണാടക. ഒരു സൗത്ത് ഇന്ത്യൻ ബ്രാഹ്മണനാണ്. സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ്. ഭരദ്വാജ കുലത്തിലുള്ള വ്യക്തിയായി ആണ് രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും. വെൽക്കം ടു ദാറ്റ്. പക്ഷെ മോസ്റ്റ്ലി എല്ലാവരുടെയും അവർ പിന്നീട് ബംഗാളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണമൊക്കെ ഉണ്ട്. വിൽ ഡിസ്കസ് ഫർദർ ഓൺ ദാറ്റ്. സോ അവർ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് പിന്നെ പ്രോപ്പർ പിന്നെ ബംഗാളിയിലാണ് അവരുടെ എല്ലാ കൃതികളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ നരോത്തം ദാസ് ഠാക്കൂർ എഴുതിക്കുന്നത്, പക്ഷേ ബംഗാളി ആണെങ്കിലും കുറച്ച് സംസ്കൃതവും മലയാളവും പ്രോപ്പറായിട്ട് അറിയാവുന്നവർക്ക് ബംഗാളി കുറച്ചൊക്കെ മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിച്ചു ഞാൻ, ശുനിയാച്ചി സാധു മുഖേ, ഇത് സംസ്കൃതവും ഹിന്ദിയും മലയാളം ചെറിയ കണക്ഷൻ ഉണ്ട്. പക്ഷെ ഹിന്ദിയും സംസ്കൃതവും പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ മനസ്സിലാവുന്ന കാര്യമാണ്. ശുനിയാച്ചി സാധു മുഖേ ബോലെ സർവജന, സർവജനങ്ങളും എന്താ പറയാ, മുനിമാരുടെയും മുഖാരവിന്ദങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ശ്രീരൂപ കൃപയമിലെ യുഗലചരണ, രൂപഗോസ്വാമിയുടെ കൃപയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യുഗലചരണ. വാട്ട് ഈസ് യുഗല? ആർക്ക് പറയാം? യുഗല എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഉറങ്ങി? ഉറക്കം വരുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, എന്താണ് യുഗല എന്ന് പറഞ്ഞാൽ? യുഗല ചരണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രമിച്ചേട്ടെ. ആരാ രണ്ട്? ഹരേഷ്ണ പ്രഭു, രാധാകൃഷ്ണൻ. യെസ്, വെരി ഗുഡ്, കറക്റ്റ്. രാധാകൃഷ്ണന്മാരുടെ ചരണം ലഭിക്കണമെങ്കിൽ യു ഷുഡ് സറണ്ടർ അണ്ടു ശ്രീ രൂപ ഗോസ്വാമി. അതാണ് ശ്രീരൂപ കൃപയാമിലെ യുഗല ചരണ. ഇതാണ് നരോത്തം ദാസ് ഠാക്കൂർ എഴുതിയിരിക്കുന്നത്. സോ നരോത്തം ദാസ് ഠാക്കൂർ എഴുതിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ശ്ലോകം ഏതാണെന്നറിയാമോ? ശ്രീരൂപ ഗോസ്വാമി പ്രഭുപാദിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമാണ്. പക്ഷെ ഒരുപക്ഷെ നരോത്തം ദാസ് ഠാക്കൂറാണ് എഴുതിയത് നമുക്കെല്ലാവർക്കും അറിയില്ലായിരിക്കും. വളരെ പ്രസിദ്ധമായ, മിക്കവാറും നമ്മൾ ദിവസങ്ങളിൽ ചൊല്ലുന്ന ഒരു ശ്ലോകം. ഇറ്റ്സ് റിട്ടൺ ബൈ ശ്രീ നരോത്തം ദാസ് ഠാക്കൂർ. ഗുരുവന്ദന അല്ല, നരോത്തമദാസ് ഠാക്കൂറിന്റെ ആണ്. ശ്രീകൃഷ്ണ ചൈതന്യ. നരോത്തം ദാസ് ഠാക്കൂർ എഴുതിയിരിക്കുന്ന രൂപഗോസ്വാമി പ്രഭുപാദരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. ഇന്ന് നമ്മൾ ചൊല്ലി മംഗളാചരൺ പാടുമ്പോൾ, ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാമഹ്യം. അല്ല ഹരേഷ, എല്ലാം മ്യൂട്ടിരുന്നാട്ടെ. ദദാതി സ്വപദാന്തി. അതായത് ശ്രീ ചൈതന്യ മനോഭീഷ്ടം എന്താണ് അതിന് അർത്ഥമാക്കുന്നത്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഹൃദയത്തിലിരുന്ന കാര്യം നടപ്പിലാക്കിയ വ്യക്തിയാണ് ശ്രീ രൂപ ഗോസ്വാമി. സോ ഹൂ ഹി വാസ് ദെൻ? അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതാണ്. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. So he was completely aware of what was there in Lord Chaitanya's heart. നമ്മൾ പിന്നീട് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. രാമകേളിയിൽ വെച്ച് അവർ തമ്മിലുണ്ടായ ഡിസ്കഷനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ you will understand how deep Sri Rupa Goswami Prabhupada was. അല്ലെങ്കിൽ എത്രമാത്രം ചൈതന്യ മഹാപ്രഭുവിന്റെ ഹൃദയത്തിലുള്ളത് അറിയാൻ സാധിച്ചൊരു വ്യക്തിത്വമാണ്
ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ, ഇതാണ് അദ്ദേഹത്തിന് എഴുതിയിരുന്നത്. സോ നമുക്ക് എത്രമാത്രം ഏതെല്ലാം ആചാര്യന്മാരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കി വന്നു, എന്തെല്ലാം എഴുതിയിരിക്കുന്നു, ഓരോരുത്തർ എഴുതിക്കുന്നത്. സോ അപ്പൊ ഇവിടെ നമുക്കറിയാം ഇത്രയും ആചാര്യന്മാര് ശിലരൂപ ഗോസ്വാമി പ്രഭുപാദരെ പാത പിന്തുടർന്ന് അവർ വളരെ എളിമയോടുകൂടി തങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണിച്ചു തന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ശിലരൂപ ഗോസ്വാമി പ്രഭുപാദരെ കുറിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ പാതയിൽ കൂടി, അതായത് രൂപ ഗോസ്വാമി പ്രഭുപാദർ തെളിയിച്ച ആ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് രൂപമഞ്ജരിയുടെ അടുത്തേക്ക് പോകാം. ആ രൂപമഞ്ജരിയുടെ അടുത്തേക്ക് പോയാൽ then രാധാകൃഷ്ണ ഈസ് വെരി ക്ലോസ് ടു us. സോ അതിന് നമുക്ക് ആ വഴിക്ക് എത്തണമെങ്കിൽ we have to follow the footsteps of Sri Rupa Goswami Prabhupada. ആ വഴി നമുക്ക് നമ്മളുടെ ആചാര്യന്മാർ, തുടർന്നുള്ള ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയായിരിക്കണം നമ്മളുടെ യാത്ര എന്നത്. അപ്പൊ അങ്ങനെ ആ യാത്രയിൽ പോകും. കാരണം നമുക്കറിയാം ഒരു വളരെ മനോഹരമായ മറ്റൊരു ശ്ലോകമുണ്ട്. മഹാഭാരതത്തില് യുധിഷ്ഠിര മഹാരാജാവ് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. തർക്കോ അപ്രതിഷ്ഠ ശ്രുതയോ വിഭിന്ന നാസാ ഋഷിർ യസ്യ മതം ന ഭിന്നം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ യേന ഗത സപന്ഥ. മഹാജനോ യേന ഗത സപന്ഥ. നമുക്ക് ധർമ്മത്തിന്റെ വഴിയിൽ അല്ലെങ്കിൽ യഥാർത്ഥ വഴിയിൽ നമുക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ മഹാജനോ യേന ഗത സപന്ഥ. We have to just follow the footsteps of the acharyas. യുധിഷ്ഠിര മഹാരാജാവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഗുരുപരമ്പര ആചാര്യന്മാരുടെ രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ധർമ്മത്തിനനുസൃതമായി നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രീവിയസ് ആചാര്യന്മാരുടെ ആ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളത്. സോ അങ്ങനെയാണ് നമുക്ക് ആ വഴി, അതാണ് പറഞ്ഞത്, രൂപ ഗോസ്വാമി പ്രഭുപാദർ കാണിച്ചു തന്ന വഴിയെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് നേരെ രൂപമഞ്ജരിയുടെ പാദത്തിലേക്ക് ചെല്ലാൻ സാധിക്കും. അങ്ങനെ രൂപമഞ്ജരിയുടെ പാദത്തിലൂടെ നമുക്ക് ശ്രീ രാധാകൃഷ്ണന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്. ശ്രീ രഘുനാഥദാസ ഗോസ്വാമി എഴുതിയിരിക്കുന്ന മറ്റൊരു മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. ആദദാനസ്ത്രിണം ദന്തേർ ഇദം യാചേ പുനഃപുനഃ. ആദദാനസ്തൃണം ദന്തേർ ഇദം യാചേ പുനഃപുനഃ. എന്താണ് പറയുന്നത് എന്നറിയാമോ? കീപ്പിംഗ് എ ബ്ലേഡ് ഓഫ് ഗ്രാസ് ഇൻ ബിറ്റ്വീൻ ദ ലിപ്സ്. അതായത് ആ പല്ലില് ഒരു പുൽക്കൊടി, അത് വളരെ ഹംബിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? ഇദം യാചേ പുനഃ പുനഃ. റിപ്പീറ്റഡ്ലി ഐ എം റിക്വസ്റ്റിംഗ്. ശ്രീ രഘുനാഥദാസ് ഗോസ്വാമി പറയുകയാണ്, ഞാൻ അങ്ങനെ പല്ലിനിടയിൽ ഞാൻ ഒരു പുൽക്കൊടി വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് ഞാൻ യാചിക്കുകയാണ്. എന്താണ് രഘുനാഥദാസ് ഗോസ്വാമി യാചിക്കുന്നതെന്ന് അറിയാമോ? ശ്രീമദ് രൂപപാദാംഭോജ രാജോ രജോഹം ശ്യാം ഭവേ ഭവേ. വീണ്ടും വീണ്ടും ഭവേ ഭവേ, വീണ്ടും വീണ്ടും എനിക്ക് ശ്രീമദ് രൂപ പദാംഭോജ, ശ്രീ രൂപഗോസ്വാമി പ്രഭുപാദരുടെ പാദധൂളിയിൽ ജീവിക്കാനുള്ള അവസരം. ആ പാദധൂളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് തരത്തിൽ അതിനെ അർത്ഥം നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒന്ന്, ഹംബിൾ സ്റ്റേറ്റ്, ലിവിങ് ആസ് എ ഹംബിൾ, ആസ് എ സെർവൻറ്റ് ഓഫ് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ബീയിങ് അറ്റ് ദ ലോട്ടസ് ഫീറ്റ്, അല്ലെങ്കിൽ ഫോളോ ഹിം, അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് യാത്ര ചെയ്യാൻ, സഞ്ചരിക്കാമെന്നുള്ളത്. ഞാൻ ആ ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. എന്താണ്? ഐ വാണ്ട് ടു റിമെയിൻ അറ്റ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ശ്രീ രൂപ ഗോസ്വാമി ലൈഫ് ആഫ്റ്റർ ലൈഫ്. ജന്മജന്മാന്തരങ്ങളിൽ എനിക്ക് രൂപ ഗോസ്വാമി പ്രഭുപാദരുടെ
ആ പാദത്തിൽ പിന്തുടരാനുള്ള, ഈ പാദത്തിൽ കഴിയുവാനുള്ള അവസരം നൽകണേ എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് എന്താ പറയുന്നത്, ആ പല്ലിനിടയിൽ ആ പുൽക്കൊടി വെച്ചുകൊണ്ട് യാചേ പുനഃ പുനഃ, റിപ്പീറ്റഡ്ലി ഐ എം റിക്വസ്റ്റിംഗ്, ഐ വാണ്ട് ടു ബി അറ്റ് യുവർ ലോട്ടസ് ഫീറ്റ് ശ്രീ രൂപ ഗോസ്വാമി എന്നാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. വളരെ മനോഹരമായ മറ്റൊരു പാസ്റ്റ് ടൈം കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. രഘുനാഥ് ദാസ് ഗോസ്വാമി വളരെ സിൻസിയർ, അതായത് ഓൾമോസ്റ്റ് 50 years, 50 വർഷങ്ങളോളം രാധാകുണ്ടിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ച വ്യക്തിയാണ് ശ്രീ രഘുനാഥ് ദാസ് ഗോസ്വാമി. ആ രഘുനാഥ് ദാസ് ഗോസ്വാമി രൂപഗോസ്വാമി ഒരു പ്രാവശ്യം ഒരു ബുക്ക് എഴുതാനിടയായി. അദ്ദേഹം എഴുതിയ ബുക്ക് റൈറ്റിംഗ് വൃന്ദാവനത്തിൽ വെച്ചുണ്ടായ പാസ്റ്റ് ടൈമില് ഭഗവാൻ കൃഷ്ണനും രാധയും തമ്മിൽ സെപ്പറേറ്റ് ആകുന്ന ഒരു ഭാഗം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബുക്കാണ് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ എഴുതിയത്. സോ ഹിസ് റൈറ്റിംഗ് ലൈക്ക് ദർ മീറ്റിംഗ് ആൻഡ് ദർ സെപ്പറേറ്റിംഗ്, ദർ മീറ്റിംഗ് ആൻഡ് സെപ്പറേറ്റിംഗ്, അങ്ങനെ പല ഇൻസിഡന്റ് അങ്ങനെ അതിനെക്കുറിച്ച് എഴുതിയ ഒരു ബുക്കായിരുന്നു. സോ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ കയ്യിൽ ഈ ബുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിസ്റ്റോർഡ്, ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം വന്നു മനസ്സുകൊണ്ട്. ഭഗവാനും കൃഷ്ണനും തമ്മിൽ സെപ്പറേറ്റ് ആകുക എന്ന് പറയുന്നത് രഘുനാഥ് ദാസ് ഗോസ്വാമി കുഡ് നോട്ട് ഈവൻ ഇമാജിൻ. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കാനേ കഴിഞ്ഞില്ല ഒരിക്കലും. സോ അങ്ങനെ അവർ തമ്മിൽ സെപ്പറേറ്റ് ആകുന്നു എന്ന് പറഞ്ഞത് കണ്ട് രഘുനാഥ് ദാസ് ഗോസ്വാമി ഒരു ദിവസം കഴുത്തിൽ കയറ് കെട്ടി, ഒരു കല്ല് കെട്ടി രാധാകുണ്ടിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വരെ ഭാവത്തിലായി. അത്രയ്ക്ക് വിഷമമായി രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക്. ഇത് കണ്ട രൂപ ഗോസ്വാമി പ്രഭുപാദർ എന്ത് ചെയ്തെന്നറിയാമോ? ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം മറ്റൊരു ബുക്ക് എഴുതി. എന്നറിയോ? ദാനകേളി കൗമുദി. ഒരുപക്ഷെ പലർക്കും പുതിയ പേരായിരിക്കും. എത്ര പേര് ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്? ദാനകേളി കൗമുദി. ദാനചരിത കേട്ടിട്ടുണ്ട് പ്രഭു. ദാനചരിതല്ലേ രഘുനാഥ് ഗോസ്വാമിയുടെ ബുക്ക്? അല്ലല്ല, ഇത് രൂപ ഗോസ്വാമി പ്രഭുപാദർ എഴുതിയ ദാനകേളി കൗമുദി. കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഒരാൾ കേട്ടിട്ടുണ്ടെന്നാണോ കേട്ടില്ലെന്നാണോ? കേട്ടില്ലെന്ന് പ്രഭു. കേട്ടില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കേട്ടിട്ടുണ്ടോ? വെരി ഗുഡ്, സൂപ്പർ. ദാനകേളി കൗമുദി എന്ന് പറയാം. എന്താണ് അതിൽ എഴുതിയിരിക്കുന്ന? ആർക്കെങ്കിലും പറയാമോ? എന്താണ് ദാനകേളി കൗമുദിയിൽ എഴുതിയിരിക്കുന്നത്? എന്താണ് വിഷയം? രാസലീലയാണ്. അല്ല, അത് കൊള്ളാം. രാസലീല ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാം എന്താണെന്ന്. ദാനകേളി കൗമുദി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫണ്ണി ബുക്ക്, കോമഡി ബുക്കാണ്. കോമഡി ബുക്ക് എന്താണെന്ന് അറിയാമോ? എന്തിനെ കുറിച്ചാണ് അറിയാമോ? ഭഗവാന്റെ ടാക്സ് കളക്ഷന്റെ പാസ്റ്റ് ടൈം ആണ് അതിൽ കഴിക്കുന്നത്. ടാക്സ് കളക്ഷൻ ലീല. ടാക്സ് കളക്ഷൻ ലീല ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ്ലി ഫണ്ണി ലാംഗ്വേജസും ഫണ്ണി ആയിട്ടുള്ള കോൺവെർസേഷൻസും ഒക്കെ നിറഞ്ഞ ഒരു കോമഡി ബുക്കാണ് ഈ ദാനകേളി കൗമുദി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുക്ക് ഇൻസ്റ്റന്റ്ലി രചിച്ചതാണ്. ഇമ്മീഡിയറ്റ്ലി അത് എഴുതിയിട്ട് രൂപ ഗോസ്വാമി പ്രഭുപാദർ രഘുനാഥ് ദാസ് ഗോസ്വാമി എടുത്ത് വന്നിട്ട് ഈ ബുക്ക് നോക്കൂ, ഇത് വായിച്ചു നോക്കൂ, ഇത് എങ്ങനെയുണ്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല ഇതൊക്കെ കാണിച്ച് ഡ്രാമയൊക്കെ കാണിച്ചിട്ട് മറ്റേ ബുക്ക് കൈക്കലാക്കി. കാരണം മറ്റേ ബുക്ക് വായിച്ചിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വരെ പോയ ഒരു സ്റ്റേജാണ്. ആ ബുക്ക് കൈക്കലാക്കിയിട്ട് അതും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നു. എന്നിട്ട് ഈ ബുക്ക് കൊടുത്തു. ഈ ബുക്ക് രഘുനാഥ് ദാസ് ഗോസ്വാമി വായിച്ചിട്ട് ചിരിച്ച് കളിച്ച് വളരെ സന്തോഷത്തോടുകൂടി മറ്റേ കാര്യം മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. So what I meant to say this past time, Sri Rupa Goswami Prabhupada എന്ന് പറയുന്ന is the protector, he is the sustainer, and he is the fountain head of our Vaishnava Sampradaya. രഘുനാഥ് ദാസ് ഗോസ്വാമിയെ ആ ഒരു ഘട്ടത്തിൽ നിന്ന് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഇപ്പം നമ്മളെയും വലിയൊരു ദുർഘടമായ സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ കലിയുഗത്തിൽ, ഈ ഒരു ഭൗതിക സംസാര സാഗരത്തിൽ. അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ സംരക്ഷിക്കാനും നമ്മളിവിടെ സസ്റ്റെയിൻ ചെയ്യിക്കാനും
നമ്മളെ ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശിലരൂപ ഗോസ്വാമി പ്രഭുപാദർ. സോ വിത്തൗട്ട് നോയിങ് ദിസ് നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ ലീലകളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കത്തില്ല. സോ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഒരാളുടെ കൂടെ കാര്യം ഒന്നല്ല, സോ മെനി ഒരുപാട് ആചാര്യന്മാരുടെ പ്രധാനപ്പെട്ട 1-2 ആചാര്യന്മാരോട് നമുക്ക് പറഞ്ഞിട്ട് വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. സനാതന ഗോസ്വാമി ഞാൻ മുമ്പ് പറഞ്ഞു, അദ്ദേഹം രൂപ ഗോസ്വാമി പ്രഭുപാദരുടെ ജ്യേഷ്ഠ സഹോദരനും ഗുരുവും കൂടിയായിരുന്നു. അദ്ദേഹം ഒരു ശ്ലോകം ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ശ്രീമദ് ചൈതന്യദേവായ തസ്മൈ ഭഗവതേ നമഃ യത് രൂപമണിം ആശ്രിത്യ ചിത്രം നൃത്യ അയം ജതാഹ. അതായത് ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ നമിക്കുന്നു. ശ്രീമദ് ചൈതന്യ ദേവായ തസ്മൈ ഭഗവതേ നമഃ. സാക്ഷാൽ ഭഗവാൻ ചൈതന്യന്റെ രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ നമിക്കുന്നു. യത് രൂപമണിം ആശ്രിത്യ, who has taken shelter, അതായത് to whom Srila Rupa has taken shelter. This actually is a hidden meaning. Originally there is another meaning actually. So Rupa Manim Ashritya Chitram Nrityatya Ayam Jataha. So അവിടെ ഒരു ഹിഡൻ മീനിങ് ആണ്. അവിടെ രൂപ ഗോസ്വാമിയെ ആശ്രയിച്ചിരിക്കുന്നത് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിനെ ആണെന്നാണ് ആചാര്യന്മാരോട് പറയുന്നത്. ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതിയിരിക്കുന്ന ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഓരോ ചൈതന്യ ചരിതാമൃതത്തിന്റെ അധ്യായവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുതുന്ന ഒരു ശ്ലോകമാണ്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ആരുടെയും കയ്യിൽ ഇപ്പോൾ ചൈതന്യ ചരിതാമൃതം ഇരിപ്പുണ്ടോ? എനിബഡി ഹാസ് ചൈതന്യ ചരിതാമൃതം ഇൻ യുവർ ഹാൻഡ്? ആർക്കെങ്കിലും എടുക്കാൻ സാധിക്കുമോ ചൈതന്യ ചരിതാമൃതം ഇപ്പോ? ഉണ്ട് പ്രഭു. ഉണ്ടല്ലേ? ഏതെങ്കിലും ഒരു അധ്യായത്തിന് അവസാനം പോയാട്ട് ഓക്കെ പ്രഭു. എന്താണ് ശ്ലോകം എഴുതിയിരിക്കുന്നത്? ഇത് പിന്നെ രണ്ടാമത്തെയാണ് അതില. അതിന്റെ അവസാനത്തെ ഏതെങ്കിലും ഒരു അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം ഏതാ നോക്കിയാട്ടെ. ശ്രീരൂപ രഘുനാഥ പദയാര ആശ ചൈതന്യ ചരിതാമൃത കഹി കൃഷ്ണദാസ. എവരി ചാപ്റ്റർ, എല്ലാ അധ്യായത്തിന്റെയും അവസാന ശ്ലോകം ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഈ ശ്ലോകം എഴുതുന്നു. അതിന്റെ അർത്ഥം കൂടെ വായിച്ചാട്ടെ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീരൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. നോക്കുക, എവറി ചാപ്റ്റർ ഇൻവേരിയബിളി എല്ലാ അധ്യായത്തിന്റെയും തുടക്കവും അവസാനവും ഈ 2 ശ്ലോകമായിരിക്കും. ചെക്ക് ചെയ്തോളൂ. അവസാന ശ്ലോകം ഡെഫിനറ്റ്ലി ഹി റൈറ്റ്സ് ദിസ്. എന്താണ്? ശ്രീ രൂപ രഘുനാഥ ഇവരുടെ അങ്ങനെയുള്ള ഷഡ്ഗോസ്വാമികളുടെ പാദങ്ങളിൽ ഞാൻ പിന്തുടർന്നുകൊണ്ട് ഈ ചൈതന്യ ചരിതാമൃതം ഞാൻ അതായത് അവരുടെ മനസ്സിലെ ഇഷ്ടം അനുസരണം ഞാൻ ഈ ചൈതന്യ ചരിതാമൃതം രചിക്കുന്നു എന്നാണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി എഴുതുന്നത്. സോ ഹിയർ ബൈ നമ്മൾ നോക്കുക എത്രമാത്രം ഒരു ഹൈ പൊസിഷനാണ് നമ്മളുടെ ആചാര്യന്മാർ ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ഫ്രം Srila Prabhupada, Bhakti Siddhanta Saraswati, Bhakti Vinod Thakur, Vishwas Chakravarti Thakura, പിന്നെ ആരുടെ നരോത്തം ദാസ് ഠാക്കുര, സനാതന ഗോസ്വാമി, കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി, ഇടയ്ക്ക് വേറെ ആരുടെ നമ്മൾ പറഞ്ഞു? നരോത്തം ദാസ് ഠാക്കൂർ പറഞ്ഞു. സോ ഇത്രയും ആചാര്യം നമ്മുടെ ആ
കണ്ണി മുഴുവനുള്ള ആൾക്കാര് ഏത് വലിയ പൊസിഷനാണ് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദർക്ക് കൊടുത്തത്. സോ വൈ ഐ സെഡ് ദിസ്, ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം, നമ്മൾ ആരെക്കുറിച്ചാണ് കേൾക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹീസ് നോട്ട് എ നോർമൽ പേഴ്സൺ. ഒരു സാധാരണ ഒരു ഷഡ്ഗോസ്വാമി, യെസ്, ഓക്കെ, ഷഡ്ഗോസ്വാമികളിൽ ഒരാളാണ്. ബട്ട് ഹൂ ഹി വാസ് ഫോർ ഓൾ ദ ആചാര്യാസ്. നമ്മളുടെ ആചാര്യ പരമ്പരയുള്ള എല്ലാവർക്കും ആരായിരുന്നു അദ്ദേഹം? അത് നമ്മൾ അറിയുമ്പോൾ മാത്രമേ രൂപ ഗോസ്വാമിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി വേണം നമ്മൾ യഥാർത്ഥത്തിൽ രൂപ ഗോസ്വാമിയുടെ കഥയിലേക്ക് നമുക്ക് കടക്കാൻ. സോ വി വിൽ എൻഡ് ദിസ് സെഷൻ ടുഡേ. ഇന്ന് നമുക്കിവിടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചൊവ്വാഴ്ച വിൽ ഗോ ഡീപ്പ് ഇൻ ടു ഹിസ് പാസ്റ്റ് ടൈംസ്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ടൈം തന്നെ ഒരാഴ്ച കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ റിക്വസ്റ്റ്, അടുത്ത ആഴ്ച എല്ലാവരും ടൈമിൽ എത്തുക. ഇന്ന് നമ്മൾക്ക് 15 മിനിറ്റോളം നമ്മൾ വേസ്റ്റ് ചെയ്തു, കാരണം വി ആർ വെയിറ്റിംഗ് ഫോർ എവരിബഡി ടു ജോയിൻ. അതുകൊണ്ട് അടുത്ത ആഴ്ച ഐ തിങ്ക് വി ആർ പ്ലാനിങ് ടു ചേഞ്ച് ദ ടൈമിംഗ് ടു 7:30. വൈഷ്ണവ് പ്രഭു നാളെ അടുത്ത ആഴ്ച 7:30 തുടങ്ങുന്നത്. വൈഷ്ണവ് പ്രഭു ഉണ്ടോ അവിടെ സ്ഥലത്ത്? ഓക്കെ, ഐ തിങ്ക് ഹീസ് ടോൾഡ് ദാറ്റ് 7:30 നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ തുടങ്ങുമെന്ന്. സോ അടുത്ത ആഴ്ച നമുക്ക് 7:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ റിക്വസ്റ്റ് എവറിബഡി, രൂപ ഗോസ്വാമി പ്രഭുപാദരുടെ ഒരു അല്പം മഹത്വം നമ്മൾ കേട്ടു. നമ്മുടെ ആചാര്യന്മാർ എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ കണ്ടു. ആ വ്യക്തി അത്രയും മഹത്തരമുള്ള ആ വ്യക്തി രൂപമഞ്ജരി രൂപ ഗോസ്വാമിയായിട്ട് ഇവിടെ വന്നു. ആ മഞ്ജരിയെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ പ്ലീസ് കം ഓൺ ടൈം. അടുത്ത ആഴ്ച 7:30 ഷാർപ്പ് വിൽ സ്റ്റാർട്ട് ദ ക്ലാസ്. നമുക്ക് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ കംപ്ലീറ്റ് നമുക്ക് ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. സോ എനിക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഹൈറാർക്കി അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി കൂടെ ഇന്ന് നോക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓൾറെഡി ടൈം 1 hour കൂടുതൽ നമ്മൾ ഇരിക്കേണ്ട. അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ഫാമിലി ഹിസ്റ്ററിയോടെ നോക്കിയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ടൈംസിലേക്ക് നമുക്ക് ഡീപ്പ് ഡൈവ് ചെയ്യാം. സോ അതിന് ഉള്ള അനുഗ്രഹം നമുക്ക് നൽകണേ എന്ന് നമുക്ക് ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദരോട് പ്രാർത്ഥിക്കാം. ഒറ്റ ശ്ലോകം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഈ ഷഡ്ഗോസ്വാമികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് രൂപ ഗോസ്വാമി പ്രഭുപാദർ ആണ് നമുക്ക് വേണ്ടി ശാസ്ത്രങ്ങളിലെ വളരെ നിഗൂഢമായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ നാനാശാസ്ത്ര വിചാരണൈക നിപുണോ സദ്ധർമ്മ സംസ്ഥാപകോ ലോകാനാം ഹിതകാരിണോ ത്രിഭുവനേ അന്യൗ ശരണ്യാകരോ. നാനാശാസ്ത്ര വിചാരണൈക നിപുണോ, they were expert in scrutinizingly studying all the revealed scriptures. ശാസ്ത്രങ്ങളെല്ലാം വളരെ നിഗൂഢമായിട്ട് പഠിച്ച് അനലൈസ് ചെയ്ത് പഠിക്കാൻ എക്സ്പേർട്ട് ആയിരുന്നവരായിരുന്നു ഈ ഷഡ്ഗോസ്വാമി. എന്തിനു വേണ്ടിയിട്ടാണ്? നാനാശാസ്ത്ര വിചാരണൈക നിപുണോ സദ്ധർമ്മ സംസ്ഥാപകോ, ടു എസ്റ്റാബ്ലിഷ് ദ റിയൽ റിലീജിയൻ. ഇതിന് മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു യഥാർത്ഥ സനാതനധർമ്മത്തിന്റെ റിലീജിയനെ പൂർണ്ണമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ലോകാനാം ഹിതകാരിണോ ത്രിഭുവനേ മന്യൗ ശരണ്യാകരോ. So for the benefit of the fallen conditioned souls like us, അതാണ് അവർ ചെയ്ത വലിയൊരു മഹത്തരമായ കാര്യം. ഇന്നതുകൊണ്ടാണ് വി ആർ ഏബിൾ ടു ഡിസ്കസ് ഈ ഒരു ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ച് ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കുന്ന രാവിലെ ഭാഗവതവും ഭഗവത്ഗീതയും മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് അവരിന്ന് നൽകിയത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ വൃന്ദാവനം നമ്മൾക്ക് പോയി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ശ്രീ രൂപ ഗോസ്വാമി ആൻഡ് ഷഡ്ഗോസ്വാമികൾ. അവർ നമുക്ക് വേണ്ടി നൽകിയതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞാനുസരണം അല്ലെങ്കിൽ ഇഷ്ടാനുസരണം പ്രവർത്തിച്ച കാര്യങ്ങളാണത്. സോ ആ രൂപ ഗോസ്വാമി പ്രഭുപാദനെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച തുടർന്ന് നമുക്ക് കേൾക്കാം. ഈ ഒരു സെഷൻ ഐ തിങ്ക് ഇറ്റ് വിൽ ഗോ ഫോർ മോർ ദാൻ an year. കാരണം അത്രയും ആചാര്യന്മാർ നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നരോത്തം ദാസ് ഠാക്കൂർ, ലോചൻ ദാസ് ഠാക്കൂർ, കവി കർണപൂർണ, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, ധാരാളം ഇനിയും ഇപ്പൊ ഈ രൂപ ഗോസ്വാമി പ്രഭുപാദർ തന്നെ ഇറ്റ് മേ ഗോ ഫോർ 2 to 3 weeks. അത് കഴിഞ്ഞിട്ട് ഷഡ്ഗോസ്വാമികൾ ബാക്കിയുള്ളവരുണ്ട്. സനാതന രഘുനാഥ ദാസ, രഘുനാഥ ഭട്ട, ജീവഗോസ്വാമി, ഗോപാൽ ഭട്ട ഗോസ്വാമി മുതലായ മറ്റ് 5 ഗോസ്വാമിമാരുണ്ട്.
So it will take more than a year probably. So let us hope that നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എല്ലാ ആചാര്യന്മാരെ കുറിച്ചും അറിയാനുള്ള ഒരു ഈ ദൗത്യത്തിന് സർവ ഐശ്വര്യവും സർവ എന്താ പറയുക അനുഗ്രഹവും നൽകട്ടെ ഭഗവാൻ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കഷൻ അല്ലെങ്കിൽ കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. രൂപ ഗോസ്വാമി പ്രഭുപാദര് ഗുരു ആരാന്ന് പറഞ്ഞു? സനാതന ഗോസ്വാമി ജ്യേഷ്ഠ. അതെ, ജ്യേഷ്ഠ സഹോദരൻ. കറക്റ്റ്. യെസ്. രുക്മിണി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ആദ്യമായിട്ട് കയറുവാണേ. ഹരേ കൃഷ്ണ. ഇതിലിപ്പം ഭക്തിരസാമൃത സിന്ധുവില് വൃന്ദാവനത്തെ ഗോസ്വാമികൾക്ക് സമർപ്പണം പറഞ്ഞ അതുണ്ടല്ലോ, ശ്ലോകം ഉണ്ടല്ലോ. അതിന്റെ താഴെ പ്രഭു ഷഡ്ഗോസ്വാമികളായ ശ്രീ സനാതന ഗോസ്വാമി, ശ്രീ രൂപ ഗോസ്വാമി, ശ്രീ രഘുനാഥ ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, പിന്നെ ജീവ ഗോസ്വാമി, പിന്നെ ശ്രീ ഗോപാല ഭട്ട ഗോസ്വാമി. അതിന് 2 പ്രാവശ്യമൊക്കെ വരുന്നുണ്ടല്ലോ പ്രഭു. രഘുനാഥ ദാസ, രഘുനാഥ ഭട്ട, രഘുനാഥ ഭട്ട, ഗോപാല ഭട്ട. വീണ്ടും ശ്രീ രഘുനാഥ ദാസ 2 പ്രാവശ്യമുണ്ട്. ശ്രീ ജീവ ഗോസ്വാമിന്ന് 2 പ്രാവശ്യം കിടക്കുന്നു പ്രഭു ഈ ടെക്സ്റ്റ് പുസ്തകത്തില്. അത് പക്ഷേ ടൈപ്പിംഗ് അല്ലെങ്കിൽ അതിനകത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. 6 ഗോസ്വാമികൾ എന്ന് പറയുന്നത് സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാൽ ഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി. ഇതാണ് 6 പേര്. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. അതാ ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ വായിക്കാം പ്രഭു. ആദ്യത്തെ ക്ലാസ്. ശരി ശരി, വളരെ സന്തോഷം. മതി. താങ്ക് യു സോ മച്ച്. കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. നരോത്തമദാസ ഠാക്കൂറിനെ കുറിച്ചുള്ള അഷ്ടകം എഴുതിയത് ആരായിരുന്നു? നരോത്തം ദാസ് ഠാക്കൂറിനെ കുറിച്ചുള്ള അഷ്ടകം എഴുതിയത് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ. കൃഷ്ണ പ്രഭു. കൃഷ്ണ. എന്നാലും ഒന്ന് കൃതജ്ഞത പറഞ്ഞോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ, ഇന്ന് നമുക്ക് ക്ലാസ് നൽകിയത് ആദിചന്ദ്ര ഗോവിന്ദദാസ് പ്രഭുവാണ്. പ്രഭുവിനെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഒരു തവണ ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതിൽ പങ്കെടുത്ത ഭക്തന്മാരുടെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി ഒരു തവണ ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഈസ്കോളിനസ് ഗുരുമഹാരാജിന് വേണ്ടി 3 തവണ ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു തവണ വൈഷ്ണവ പ്രണാമ മന്ത്രം. വാഞ്ചാ കൽപതരൂപേഷ സിന്ധുഭ്യഃ പതിതാനാം പാവനേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ की जय, लीला प्रभुपाद की जय, महाराज की जय, जय गौर प्रेमानंदे हरि हरि बोल. कृष्ण प्रभु जी प्रणाम. दंडवत प्रणाम. प्रणाम प्रभु जी. हरे कृष्ण प्रभु प्रणाम.